ബീഹാറിൽ നിന്ന് സ്പിരിറ്റുമായിട്ട് നമ്മുടെ മധുരയിലോട്ട് പോകുന്ന യാത്ര 3-ാം ദിവസം നമ്മളിപ്പോ ഒഡീഷയിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ബീഹാർ അതിർത്തി കടന്ന് നേരെ ജാർഖണ്ഡിലോട്ട് കയറി. 2-ാമത്തെ ദിവസം ജാർഖണ്ഡ് നമ്മൾ ഒഡീഷയിലോട്ട് കയറി. 3-ാമത്തെ ദിവസം നമ്മളിങ്ങനെ ഒഡീഷയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആന്ധ്ര എത്തും അല്ലേ? ആന്ധ്ര എത്തും. അപ്പൊ നമ്മൾ ഏകദേശം 5:30 ആയപ്പോഴാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയത്. ഇന്നലെ നമ്മൾ ദാബയിലാണ് കിടന്നുറങ്ങിയത്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് ദാബയിലാണ് കിടന്നുറങ്ങിയത്. ആ ഒരു പക്ഷെ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വണ്ടി എടുത്ത് ഇനി നേരെ പോകുന്നതെന്ന് പറയുന്നത് ബാലസൂർ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു നദിയുണ്ട് ചെറിയ. അവിടെ ഒന്ന് കുളിക്കാനാണ് പോണത്. കാരണം നമ്മൾ ഈ യാത്രയിൽ പലയിടത്തും വലിയ നല്ല നദികളും കണ്ടിട്ടുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള നദികളും കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് കുളിക്കാനുള്ള സമയം കിട്ടിയില്ല. അതെ, ഇങ്ങോട്ട് കുളിക്കാൻ വേണ്ടിയിരുന്നല്ലേ രാത്രിയായി പോയി. വെള്ളത്തിന്റെ ഒരു അവസ്ഥ എന്താണ്, നല്ലതാണോ, ഒഴുക്കുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് നമ്മളിന്ന് നേരെ കുളിച്ച് രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും യാത്ര തുടങ്ങും. അപ്പൊ നദി കുളിക്കണം, യാത്രയിൽ നദി കുളിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് നടത്താൻ പറ്റുമെങ്കിൽ ഒന്ന് നടത്തിയെടുക്കാം. ചെളിയാ നമ്മുടെ തിരിച്ചുള്ള യാത്ര ഇനി എത്ര ദിവസം എടുക്കും? ഇനി 3 ദിവസം. മൊത്തം 6 ദിവസത്തെ യാത്ര. മൊത്തം 6 ദിവസം. ഇനി എന്തായാലും 3 ദിവസം വേണം അവിടെ എത്താൻ. കാരണം ഇന്ന് കൂട്ടാതെ നാളെ 2 ദിവസം കൊണ്ട് ഓടി വേണം നമ്മൾ തമിഴ്നാട്ടിൽ കയറാൻ. ആന്ധ്ര മാത്രം ഓടാൻ 2 ദിവസം. തമിഴ്നാട്ടിലും കുറെ ദൂരം ഓടാം. അത് റണ്ണിങ് FC. അത് പുതുസ് ലേറ്റസ്റ്റ് തമ്പി റണ്ണിങ് FC താ. റണ്ണിങ്ങില് മാതിരി ആന്ധ്ര വണ്ടിയെല്ലാം റണ്ണിങ് FC താ. പാകുമ്പോഴേ തെരിയും. പാവ അണ്ണിക്ക് അണ്ണനെ എപ്പോഴും ഓർമ്മ വരും. ഓരോ വണ്ടികൾ ആന്ധ്ര വണ്ടികൾ കാണുമ്പോഴത്തേക്കും എപ്പോഴും എനിക്ക് അണ്ണനെ ഓർമ്മ വരും. ചന്ദ്ര അണ്ണനെയാണ് ഓർമ്മ വരുന്നത്. ഈ വഴി നമ്മളിപ്പോ റൗണ്ട് ഇങ്ങനെ കറങ്ങി വന്നില്ല, അത് കണ്ടില്ല, അതെ അതെ. ഇവിടെ ഈ വഴി നേരെ പോയാല് കൊൽക്കത്ത റൂട്ട് വെസ്റ്റ് ബംഗാൾ. ഇവിടുന്ന് ഒരു 20-25 കിലോമീറ്റർ 30 കിലോമീറ്റർ ഉള്ളിൽ അതിർത്തി വരും. അതിർത്തി കയറും വെസ്റ്റ് ബംഗാൾ. അങ്ങോട്ട് പോകുമ്പോ ഒരു RTO ഒരു ഇതുണ്ട്, ഒരു ടോൾ പ്ലാസ ഉണ്ട്. അവിടെ ഇപ്പോഴും RTO ഉണ്ട്. അവന്മാർക്ക് കൈക്കൂലി കൊടുക്കാതെ അവിടുന്ന് പോകണ്ടാകത്തില്ല. പകല് ചെല്ലുവാണെങ്കിൽ അവന്മാര് 5000-10000 ഒക്കെയാണ് ചോദിക്കുന്നത്. രാത്രിയാണെങ്കിൽ നമ്മളതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളിപ്പോ പകല് പാസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് കയറണ ഒരു പ്രത്യേക പേപ്പർ ഉണ്ട്. അവിടെ കയറണമെങ്കിൽ നമുക്കൊരു ഓതറൈസേഷൻ ലെറ്റർ നമ്മുടെ വണ്ടിയുടെ ഓണർ തരണം. നമ്മുടെ പേരില് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു പത്രത്തിൽ എഴുതിയൊരു പേപ്പർ ഉണ്ട്. മുദ്രപത്രത്തിലാണോ? 100 രൂപയുടെ പത്രമല്ലേ? ഫയലിൽ ഇവിടെ മുദ്രപത്രത്തിലല്ല, അല്ലാണ്ടൊരു മുദ്രപത്രത്തിലല്ല. മുദ്രപത്രത്തില.